ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് നടൻ ജഗദീഷ്. ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാകില്ല. നടിമാരുടെ വാതിലിൽ മുട്ടിയെങ്കിൽ അന്വേഷിക്കണം. ആരോപിതരായിട്ടുള്ളവർ അഗ്നിശുദ്ധി വരുത്തണം. വേട്ടക്കാരന്റെ പേര് ഒഴിവാക്കിയതിൽ സർക്കാർ മറുപടി പറയണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടു. ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഭിന്നത മറനീക്കി പുറത്തു വരികയാണ്. അമ്മ ജനറൽ സെക്രട്ടറി ടി സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മിനിറ്റുകൾക്കകമാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. തികച്ചും സിദ്ദിഖ് പറഞ്ഞതിനും ഘടകവിരുദ്ധമായി തന്നെയാണ് ജഗദീഷ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്ന് മാത്രമല്ല, ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് തീർച്ചയായും അന്വേഷിക്കണം. ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് വളരെ അതിശക്തിയുക്തം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. രോഹിണി, അത് തന്നെയാണ് 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ 5 ദിവസത്തെ മൗനത്തിന് ശേഷം ഔദ്യോഗികമായി അമ്മ പ്രതികരിച്ചിരിക്കുകയാണ്. അമ്മയുടെ ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണങ്ങളെ കടുത്ത രീതിയിൽ വിമർശിച്ചു തന്നെയാണ് ഇപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ നടൻ ജഗദീഷ് തിരുവനന്തപുരത്ത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. അതായത് അത്തരത്തിൽ സംഭവങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയതിലും അത് വൈകിയതിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. കൃത്യമായ നടപടികൾ അക്കാര്യത്തിൽ വേണം. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരിക്കലും ആരും സ്വീകരിക്കരുത് എന്നൊരു കാര്യമാണ് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജഗദീഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ അമ്മ ഭാരവാഹികൾ ശ്രമിക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. അത്തരത്തിൽ വാതിലുകളിൽ വനിതാ നടിമാരുടെ വാതിലുകളിൽ ഇത്തരത്തിലുള്ള ആളുകൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ആരോപിതർ അഗ്നിശുദ്ധി വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ വേട്ടക്കാരുടെ പേര് എന്തിനൊഴിവാക്കി, സർക്കാർ മറുപടി പറയണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. പ്രധാനമായും ഇതിലെ ചില പാരഗ്രാഫുകൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ കൂടുതൽ ഒഴിവാക്കി എന്നുള്ളൊരു വിമർശനം സർക്കാരിന് നേരെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനവും ഒരു പ്രതികരണവും നടൻ ജഗദീഷിന്റെ ഭാഗത്തു നിന്നുകൂടി വരുന്നത് എന്നുള്ളതാണ് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് വേണം എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ അമ്മയിലെ ഭാരവാഹി കൂടിയായിട്ടുള്ള നടൻ ജഗദീഷ് നടത്തിയിട്ടുള്ളത്. അതിനൊരു പരാതി ലഭിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യകതയില്ല എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. പരാതി ഇല്ലെങ്കിലും കേസ് എടുക്കണം എന്നൊരു നിലപാടാണ് ജഗദീഷ് സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഒറ്റപ്പെടൽ എന്ന നിലപാട്. ആ നിലപാട് പറഞ്ഞുകൊണ്ട് ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി പ്രതികരിക്കണം. അതേപോലെ തന്നെ ഹേമ കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികൾക്ക് മുൻപിലാണെങ്കിൽ പോലും താൻ മൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. വീണ്ടും നടിമാരുടെ മൊഴി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. പരാതിക്കാരുടെ മൊഴി വീണ്ടും എടുക്കുന്നത് അവരെ വേദനിപ്പിക്കുമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ജഗദീഷ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സിദ്ദിഖ് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ അവർ നടത്തിയ പ്രതികരണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിക്കൊണ്ടും വിമർശനം നൽകിക്കൊണ്ടുമാണ് നടൻ ജഗദീഷ്. അതായത് ശാലിനി, ഇപ്പോൾ ജഗദീഷ് മറ്റൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, അമ്മയെ വിമർശിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ താരങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നതും? കാരണം സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ എതിർപ്പ് അറിയിച്ചിരുന്നു. രോഹിണി, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അമ്മ സംഘടന ഉള്ളവർ മാത്രമല്ല, സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ പവർ ഗ്രൂപ്പിന്റെ പിൻബലത്തോടുകൂടി പുറത്തായവരുണ്ട്. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ സിനിമാ മേഖല ഭരിക്കുന്ന പല ആളുകളുടെയും പ്രതിഷേധങ്ങൾ കാരണം, ഒപ്പം തന്നെ അവർ മാറ്റി നിർത്തിയത് കാരണം ഒക്കെ തന്നെ സിനിമാ മേഖലയിൽ നിന്നും കഴിവുകൊണ്ട് സിനിമയിലേക്ക് വരേണ്ട പലരും മാറി നിൽക്കുന്നുണ്ട്. ഇവരുടെ അടക്കം പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളതിൽ സംശയമില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി പ്രതികരിച്ചതുപോലെ ഇപ്പോൾ ഏറ്റവും
ഏറ്റവും ഒടുവിലായി അമ്മ സംഘടനയുടെ പ്രതികരണങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ അതെ നടൻ